ഡെയിലി PSC കറണ്ട് അഫയേഴ്സിന്റെ 19ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാർച്ച് 8 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ് മാർച്ച് 8. മാർച്ച് 8 ആണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2026 ഇന്റർനാഷണൽ വുമൻസ് ഡേക്ക് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്താണ്? 2026 പ്രമേയം എന്ന് പറയുന്നത് റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് എന്നതാണ് 2026 പ്രമേയം. ഇനി 2026 ഇന്റർനാഷണൽ വുമൻസ് ഡേ ക്യാമ്പയിൻ തീം എന്താണ് വുമൺ ക്യാമ്പയിൻ തീം എന്ന് പറയുന്നത് ഗീവ് ടു ഗെയിൻ എന്നാണ്. എന്താണ് തീം? ഗീവ് ടു ഗെയിൻ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞേ, 2026 ഇന്റർനാഷണൽ വുമൻസ് ഡേക്ക് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്തായിരുന്നു? ഓർത്തു നോക്കിക്കേ. പ്രമേയം റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. 2026 ഇന്റർനാഷണൽ വുമൻസ് ഡേ ക്യാമ്പയിൻ തീം എന്തായിരുന്നു? ഗിവ് ടു ഗെയിൻ എന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. 2025 ഇന്റർനാഷണൽ വുമൻസ് ഡേ തീം എന്താണ്? ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്, ഇക്വാളിറ്റി, എംപവർമെന്റ്. അപ്പം 2025 കൂടി നമ്മൾ പഠിച്ചു വെക്കണം മസ്റ്റായിട്ട്. 2025 തീം എന്താണ്? ഫോർ ഓൾ വുമൺ ഗേൾസ് റൈറ്റ്, ഇക്വാളിറ്റി, എംപവർമെന്റ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ദ്വീപിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? പെരുമ്പളം പാലം. ഒരു ദ്വീപിന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്ന പദ്ധതിയാണ് പെരുമ്പളം പാലം. അടുത്തത്, ഈ പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എല്ലാവർക്കും അറിയാമോ ജില്ല ഏതായിരിക്കും? ആലപ്പുഴ ജില്ല. ഏറ്റവും ചെറിയ ജില്ലയാണ് അല്ലേ? ആലപ്പുഴ ജില്ലയാണ് പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ. പെരുമ്പളം പാലം ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് കായലിന് കുറുകെയാ? ഈയിടെയായിട്ട് എല്ലാം പത്രത്തിലൊക്കെ വരുന്നൊരു ന്യൂസ് അല്ലേ? ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പെരുമ്പളം പാലം. ഇനി കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും ലോകത്തിലെ രണ്ടാമത്തെയും രാജ്യമായി മാറിയത് ഏതാണ്? ചിലിയാണ് കേട്ടോ. അപ്പം കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെയും നമ്മുടെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെയും രാജ്യം ഏതാണ്? ചിലി. അപ്പൊ കുഷ്ഠരോഗം, ചിലി കണക്ട്. ഇനി കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേര് എന്താണ്? എന്തായിരിക്കും കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേര്? ഹാൻസൻ രോഗം. ഹാൻസൻ രോഗം എന്നാണ് കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേര്. അടുത്ത ക്വസ്റ്റ്യൻ. കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ എന്താണ്? ഏതാണ് ആ ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നാണ് കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇത് തന്നെ ചോദിക്കാം. കുഷ്ഠരോഗത്തിന്റെ മറ്റൊരു പേരെന്താണ്? എന്താണ് മറ്റൊരു പേര്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പോൾ നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നന്ദി.